ഹലോ മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ SPK. നമ്മൾ കുറെ നാളായി കണ്ടിട്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഗൈസ് ആർ സ്റ്റേയിങ് ഹെൽത്തി, ഹാപ്പി, മോട്ടിവേറ്റഡ്, ബ്ലെസ്ഡ് ആൻഡ് ഫിയർലെസ്. ഇതൊരു താളത്തിന് വേണ്ടി സാറ് പറയുന്നതല്ല കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണിയിൽ മാത്രമല്ല, നിങ്ങളുടെ മൊത്തം ജീവിതത്തിൽ ദിസ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ്. ഈ 5 കാര്യങ്ങളും അത് പ്രാവർത്തികമാക്കാൻ കുറച്ച് പാടാണ്, ബട്ട് സ്റ്റാർട്ട് പ്രാക്ടീസിങ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് 2022 GOCയിൽ നിന്ന് വന്ന GOC എന്ന ബ്രഹ്മാണ്ടൻ ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ പേടിയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ജനറൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ കെമിസ്ട്രിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്കറിയാലോ, കെമിസ്ട്രിയിൽ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകളിൽ ഒന്നാണ്. ആക്ച്വലി ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ GOC അറിഞ്ഞില്ലേ, ജനറൽ ഓർഗാനിക് കെമിസ്ട്രി അറിഞ്ഞില്ലെങ്കിൽ അത് എന്തുമായിക്കോട്ടെ, അത് ഈ പറഞ്ഞ പോലെ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്ട്സ്, ഐസോമറിസം, ഈ പറഞ്ഞ ഫണ്ടമെന്റൽസ് ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി വെള്ളത്തിലാവും. നിങ്ങൾക്ക് അറിയാം അത്. സോ ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ്. അത് ഇതിന്റെ വെയിറ്റേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 2022 തന്നെ 4 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വന്നിരുന്നു. 4 ക്വസ്റ്റ്യൻസ്, 4x4 16 മാർക്കാണ് GOCയിൽ നിന്ന് മാത്രം വന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 4 ക്വസ്റ്റ്യൻസ് അങ്ങനെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അങ്ങനെ മാത്രമല്ല, അതിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ സാറ് പറഞ്ഞു തരും. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാം നീറ്റിൽ പോർഷൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ ഉള്ള ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് അല്ല, എന്താ പറയാ, കുറച്ചും കൂടി ഇൻ ഡെപ്ത് അറിയുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഓക്കെ, ഒരു തട്ട് മേളിൽ അറിയുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാര്യം കുറെ ചാപ്റ്റേഴ്സ് പോയത് കൊണ്ട് ഇങ്ങനത്തെ ഉള്ള ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൂടും. അപ്പൊ ഒരു തട്ട് മേളിലേക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനും ആൻസറും മാത്രമല്ല, ഇടയ്ക്ക് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും സാറ് പറഞ്ഞു തരും. കാതോർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കോമ്പൗണ്ട് എമംഗ്സ് ദ ഫോളോയിങ് is not an aromatic compound? നിങ്ങൾ പറയും സാർ ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സാർ ഇത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അരോമാറ്റിക് ആവണതിന്റെ കണ്ടീഷൻ എന്താണ്. അരോമാറ്റിക് ആവണമെങ്കിൽ ഈ പറഞ്ഞ പോലെ 4n+2 പൈ ഇലക്ട്രോൺസ് വേണം. 4n+2 പൈ ഇലക്ട്രോൺസ് വേണം. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈക്ലിക് പ്ലേനാർ ആയിരിക്കണം, അല്ലെ? ദ കോമ്പൗണ്ട് ഷുഡ് ബി സൈക്ലിക് പ്ലേനാർ. അതേപോലെ മൂന്നാമത്തെ കണ്ടീഷൻ നിങ്ങൾക്കറിയാം, കോൺജുഗേഷൻ വേണം. അതും ത്രൂ ഔട്ട് ദ റിംഗ് കോൺജുഗേഷൻ വേണം. ഈ 4n+2 പൈ ഇലക്ട്രോൺസ് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം, എന്തും ആവാം. ഈ 4n+2 പൈ ഇലക്ട്രോൺ ഒരു സൈക്ലിക് പ്ലേനാർ റിംഗില് ത്രൂ ഔട്ട് കോൺജുഗേറ്റഡ് ആയിരിക്കണം, ഇടയ്ക്ക് ബ്രേക്ക് ഇല്ലാതെ. ഇതാണ് കണ്ടീഷൻ. ഇത് ഇൻഡെപ്ത് നിങ്ങൾ ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് അനലൈസ് ചെയ്യാം. ആദ്യം ഉത്തരം കാണാം. 1 2 3 4 എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. നിങ്ങൾ ഓൾറെഡി കണ്ടുവച്ച് കാണും, ഉറപ്പാണ് അല്ലെ? കാര്യം എന്താണ്? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇത് sp2 കാർബൺ, 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 ഇത് sp2 കാർബൺ. പക്ഷെ ഇതെന്താണ് മക്കളെ? ദിസ് ഇസ് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ. ആൻഡ് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഇസ് നോട്ട് പ്ലേനാർ. അത് ടെട്രാഹെഡ്രലാണ്, 3D ആണ്, അല്ലെ മക്കളെ? അപ്പൊ ഇത് പുറത്തേക്ക് തള്ളി നിൽക്കും. ബാക്കിയെല്ലാം പ്ലേനാർ ആണെങ്കിലും, ബാക്കിയെല്ലാം ഈ സ്ക്രീനിൽ തന്നെയാണെങ്കിലും, ഈ ലാസ്റ്റ് കാർബൺ, ഈ ഒരൊറ്റൊരു കാർബൺ പുറത്തേക്ക് തള്ളി നിൽക്കും. ഇറ്റ് ഇസ് നോൺ പ്ലേനാർ ആൻഡ് ഹെൻസ് ഇതാണ് നോൺ അറോമാറ്റിക് ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ പറയും സാർ ബാക്കി എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് അല്ലേ? 4n+2 2 4 6 എല്ലാവരും നോക്കിക്കേ. 2 4 6 4n+2 ഇലക്ട്രോൺസ് ഉണ്ട്. കോൺജുഗേഷനോ പൈ സിഗ്മ പൈ സിഗ്മ പൈ സിഗ്മ സിഗ്മ. ഇവിടെ കോൺജുഗേഷൻ ബ്രേക്ക് ആയി, കണ്ടോ? കോൺജുഗേഷൻ എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് ദ റിംഗ് കോൺജുഗേറ്റഡ് ആയിരിക്കണം. ഇടയ്ക്ക് കോൺജുഗേഷൻ ബ്രേക്ക് ആവാൻ പാടില്ല. സോ ബേസിക്കലി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ദിസ് വൺ ഇസ് ദി ആൻസർ. ഇതാണ് ആൻസർ. കറക്റ്റാ. നമ്മുടെ പണി ആക്ച്വലി കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യന്റെ പണി ആക്ച്വലി കഴിഞ്ഞു. പക്ഷേ നമുക്ക് ഒരു ഡെപ്ത് ഉള്ളിലേക്ക് നീങ്ങാം. ആൻസർ 4 ആണ്. പക്ഷെ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം ചോദിക്കാൻ പോവാണ്. നിങ്ങൾ ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 4ഉം ഒന്ന് ശ്രദ്ധിച്ചേ, അല്ലെങ്കിൽ ഓപ്ഷൻ 1 ആദ്യം ശ്രദ്ധിക്കുക. എല്ലാവരും ഓപ്ഷൻ 1ലേക്ക് ശ്രദ്ധ കൊടുക്കുക. സാർ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാൻ പോവാ. ഇതാണ് ബേസിക്കലി സൈക്ലോപെന്റാഡൈഈനൈൽ ആനയോൺ. സോ ബേസിക്കലി എല്ലാവരും നോക്കിക്കേ. ഞാനിപ്പോ സൈക്ലോപെന്റാഡൈഈൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക.
സൈക്ലോപെന്റാഡൈഈൻ എന്ന് പറയുമ്പോൾ ഇതാണ് ഐറ്റം, ഇതാണ് നമ്മുടെ നായകൻ. സൈക്ലോപെന്റാഡൈഈൻ, സൈക്ലോപെന്റാഡൈഈൻ ഇതാണ്. ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? ഈ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3 ആണ് സാറേ. ഇത്ര ഈസി ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കല്ലേ ഞങ്ങളോട്. sp3 ആണ്. ഈ സൈക്ലോപെന്റാഡൈഈനിൽ നിന്ന് നമ്മൾ ഈ H+നെ പുറത്തേക്ക് ചവിട്ടി കളയാണെന്ന് വിചാരിക്കുക. ഈ H+നെ പുറത്തേക്ക് ചവിട്ടി കളയുമ്പോൾ ഈ 2 ഇലക്ട്രോൺ ഈ കാർബണിലേക്ക് വരും, ഈ 2 ഇലക്ട്രോൺ ഈ കാർബണിലേക്ക് വരും. അങ്ങനെ ഫോം ആകുന്നതാണ് ഏത്? നമ്മുടെ ഓപ്ഷൻ 1-ലുള്ള ആനയോൺ. ഓക്കെ, ഓപ്ഷൻ 1-ലുള്ള ആനയോൺ അങ്ങനെ ഫോം ആകുന്നതാണ്. അതായത് ബേസിക്കലി ഇത് ഇവിടെ 2 ഇലക്ട്രോൺ വരും, ഇവിടെ ഒരു ഹൈഡ്രജനും ഉണ്ട്, ഒരു ഹൈഡ്രജനെ ചവിട്ടി പുറത്താക്കി. ദിസ് ഇസ് ബേസിക്കലി സൈക്ലോപെന്റാഡൈഈനൈൽ ആനയോൺ. കുറച്ചുകൂടി വൃത്തിയായിട്ട് വേണമെങ്കിൽ വരച്ച് കാണിച്ചു തരാം. എന്റെ സൈക്ലോപെന്റാഡൈഈനൈൽ ഒരു വളവും ചെരിവൊക്കെ ഉണ്ട്. ഇതാണ് ബേസിക്കലി നമ്മുടെ നായകൻ. ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആശാൻ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ട്രിക്കി ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാർബണിന്റെ ട്രിക്കി ചോദ്യമൊന്നുമല്ല, ഈ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഒരു സ്ട്രക്ചർ തന്നിട്ട് how many sp2 hybridized carbons are there in this structure? How many sp2 hybridized carbons are there in this structure? അപ്പൊ നിങ്ങൾ പറയും, സർ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനൊക്കെ ഞങ്ങൾ പുലികളാണ്. സർ ഇത് sp2 ആണ്, ഡബിൾ ബോണ്ടഡ് കാർബൺ അല്ല. 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 അപ്പൊ ഇതോ? മക്കളെ, ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനുള്ള വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ട്രിക്സ് എന്ന് പറയുന്നത്, ട്രിക്സ് അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ബേസിക്കലി we can use hybridization is equal to number of sigma bonds plus number of lone pair. ഇതാണ് എവർഗ്രീൻ ആയിട്ടുള്ള ഓൾവേസ് വാലിഡ് ഫോർമുലയാണ്. ഇതല്ലാതെ വേറെ കുറെ ഫോർമുലാസ് ഒക്കെ ഉണ്ട്. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് പ്ലസ് നമ്പർ ഓഫ് മോണോവാലന്റ് ആറ്റംസ് മൈനസ് കാറ്റയോൺ ചാർജ് പ്ലസ് ആനയോൺ ചാർജ് by2, അതൊക്കെ വേറെ ഉണ്ട്. ഓക്കെ, അതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇതാണ് ആക്ച്വൽ ഫോർമുല. അപ്പൊ നമ്പർ ഓഫ് സിഗ്മ ബോൺസ് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർസ്. ഞാൻ ഇവിടെ നോക്കുകയാണ്, നമ്പർ ഓഫ് സിഗ്മ ബോൺസ് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർ. ഈ കാർബണിന്റെ നിങ്ങളൊന്ന് നോക്കിക്കേ, എത്ര സിഗ്മ ബോൺസ് ഉണ്ട്? ഇവിടെ ഒരു സിഗ്മ ബോണ്ട്, ഇവിടെ ഒരു സിഗ്മ ബോണ്ട്, ഇവിടെ ഒരു സിഗ്മ ബോണ്ട്, 3 സിഗ്മ ബോണ്ട്, ഒരു ലോൺ പെയർ. 3 സിഗ്മ ബോൺസ് ആൻഡ് 1 ലോൺ പെയർ. 3 സിഗ്മ ബോൺസ് ആൻഡ് 1 ലോൺ പെയർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു 4. H വാല്യൂ ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് sp3 ഹൈബ്രിഡൈസേഷൻ. ഫോർമുല അനുസരിച്ച് ഇറ്റ് ഷുഡ് ബി sp3 ഹൈബ്രിഡൈസേഷൻ അല്ലെ? ഈ Hന്റെ വാല്യൂ 2 ആണെങ്കിൽ sp, Hന്റെ വാല്യൂ 3 ആണെങ്കിൽ sp2, Hന്റെ വാല്യൂ 4 ആണെങ്കിൽ sp3, Hന്റെ വാല്യൂ 5 ആണെങ്കിൽ sp3d. ഇതൊക്കെ നിങ്ങൾ കെമിക്കൽ ബോണ്ടിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ പറയൂ ഇത് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പൊ നിങ്ങളുടെ ആൻസർ, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, ഇപ്പൊ നീറ്റിൽ വന്നൊരു ചോദ്യമാണെന്ന് വിചാരിക്കുക, ജയില് വന്നിട്ടുണ്ട് ഇതേപോലെ പറഞ്ഞാൽ, നീറ്റിൽ വന്നു എന്ന് വിചാരിക്കുക. ഈ ഒരു കോമ്പൗണ്ട് വന്നിട്ട് ഹൗ മെനി sp2 ഹൈബ്രിഡൈസ് കാർബൺ? നിങ്ങൾ പറയും 1 2 3 4, 1 2 3 4 എന്ന് പറയും, ഇത് sp3 ആണെന്ന് പറയും. അവിടെ നിങ്ങളുടെ ആൻസർ തെറ്റും. ബിക്കോസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈവൻ ദോ ഫോർമുല വൈസ് ഇത് sp3 ആണെങ്കിലും ആക്ച്വലി റിയാലിറ്റിയിൽ ഇത് sp2 ആണ്. അപ്പൊ നിങ്ങൾ പറയും, സാർ എന്തൊക്കെയാ പറയുന്നത്? ഫോർമുല അനുസരിച്ച് അത് sp3 അല്ലേ? അപ്പൊ അതല്ലേ കറക്റ്റ് അല്ല മക്കളെ? എല്ലാരും നോക്കിക്കേ, ഈ സൈക്ലോപെന്റ, ഈ ആശാനെ ഞാനൊന്ന് ഇങ്ങനെ വരയ്ക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാരും നോക്കിക്കേ, നിങ്ങൾക്കറിയാം റെസണൻസ് വരാൻ, അല്ലെങ്കിൽ അരോമാറ്റിസിറ്റി വരാനായിട്ട് ഫുൾ കോൺജുഗേഷൻ വേണം. ഫുൾ കോൺജുഗേഷൻ എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് റെസണൻസ് വേണം. ഈ റെസണൻസ് വരാനായിട്ട് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് കണ്ടീഷൻ ഇസ് ദ പാർട്ടിസിപ്പേറ്റിംഗ് p ഓർബിറ്റൽ ഷുഡ് ബി പാരലൽ ടു ഈച്ച് അതർ. എന്നാൽ മാത്രമാണ് ഈ ഇലക്ട്രോൺസിന് എന്താ പറയുക ഡീലോക്കലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിവിടെ ഇരിക്കട്ടെ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പൊ ഈ ഒരു കാർബോ കാറ്റയോൺ കണ്ടോ?
ഈ ഒരു കാർബോകാറ്റയോൺ നിങ്ങൾക്കറിയാം ഇറ്റ് ഈസ് ഇൻ റെസണൻസ്. ഇറ്റ് ഈസ് ഇൻ റെസണൻസ്, അതായത് ഇതിന്റെ കനോണിക്കൽ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ യു നോ ദാറ്റ് ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. ഇങ്ങനെയാണ് അത് കാണാനിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്നറിയോ? അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കുമ്പോൾ തന്നെ ഈ പാർട്ടിസിപ്പേറ്റിംഗ് പി ഓർബിറ്റൽസ്, ഇവിടെ പി ഓർബിറ്റൽസ് ആർ ഇൻ പൈ ബോണ്ട് ഓവർ ഹിയർ, ഇവിടെ പി ഓർബിറ്റൽ ഇസ് വേക്കന്റ്. അതാണ് ഈ കാർബോകാറ്റയോൺ. ഈ മൂന്നാമത്തെ കാർബണില് പി ഓർബിറ്റൽ ഇസ് വേക്കന്റ്. ഈ പി ഓർബിറ്റൽസ് ആർ പാരലൽ ടു ഈച്ച് അതർ. അങ്ങനെയാണ് ഈ രണ്ട് ഇലക്ട്രോണിന് ഇങ്ങോട്ട് നീങ്ങാൻ പറ്റുക. അപ്പൊ ഈ പൈ ബോണ്ട് ഇവിടെ വരും, ഇവിടെ പോസിറ്റീവ് ചാർജ് വരും, ഈ കാർബണിന് പോസിറ്റീവ് ചാർജ് വരും. സോ ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? ഈ പാരലൽ പി ഓർബിറ്റൽസിൽ കൂടെ ഡീലോക്കലൈസേഷൻ സംഭവിക്കും. ഒരു ബ്രിഡ്ജ് പോലെയാണത്. അതായത് ഈ രണ്ട് ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടും. അപ്പൊ എന്ത് പറ്റും? ഈ പി ഓർബിറ്റൽ വേക്കന്റ് ആവും. അതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് ചാർജ് വരുന്നത്. ഈ രണ്ട് ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടുമ്പോൾ ഇവിടെ പൈ ബോണ്ട് വരുന്നു. ഇത് തന്നെയാണ് ബെൻസീന്റെ കേസിലും. നിങ്ങൾ നോക്കിയാൽ ബെൻസീന്റെ അല്ല, ഏത് റെസണൻസ് എടുത്താലും, ഏത് ടൈപ്പ് റെസണൻസ് എടുത്താലും അപ്പൊ ബെൻസീന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ പി ഓർബിറ്റൽസ് ആർ ആക്ച്വലി പാരലൽ ടു ഈച്ച് അതർ. നിങ്ങൾക്കറിയാം ഓൾ ദ കാർബൺസ് ആർ sp2 ഹൈബ്രിഡൈസ്ഡ്. sp2 ഹൈബ്രിഡൈസ്ഡ് ആയതുകൊണ്ട് ദിസ് കാർബൺ, ഈ കാർബൺ എടുക്കുകയാണ് sp2 ആയതുകൊണ്ട് ഇവിടെ ഒരു sp2 ഓർബിറ്റൽ, ഇവിടെ ഒരു sp2 ഓർബിറ്റൽ, ഇവിടെ ഒരു sp2 ഓർബിറ്റൽ, പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പി ഓർബിറ്റൽ. അതേപോലെ ഈ കാർബൺ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു sp2, ഇവിടെ ഒരു sp2, അതേപോലെ ഉള്ളിലേക്ക് ഒരു sp2, ട്രയാങ്കിൾ പ്ലെയിനാർ, പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പി ഓർബിറ്റൽ. അതേപോലെ ഈ കാർബൺ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു sp2, ഇവിടെ ഒരു sp2, ഇവിടെ ഒരു sp2, പെർപെൻഡിക്കുലർ ആയിട്ട് ഈ പി ഓർബിറ്റൽ. സോ ബേസിക്കലി ഈ പി ഓർബിറ്റൽസ് ആർ പാരലൽ ടു ഈച്ച് അതർ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഡീലോക്കലൈസേഷൻ സംഭവിക്കുന്നത്. ഏത്? ഇപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോൺ, 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 ഇവിടെ ഒരു ഇലക്ട്രോൺ. ഈ 6 ഇലക്ട്രോൺ ഇങ്ങനെ ഓടിക്കളിക്കും. അതാണ് ബേസിക്കലി ഡീലോക്കലൈസേഷൻ. ഈ 6 ഇലക്ട്രോൺ ഇങ്ങനെ ഓടിക്കളിക്കും. അതായത് നിങ്ങൾ വിചാരിക്കും ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ബെൻസീന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണെന്ന് വിചാരിക്കും. പക്ഷെ അതല്ല സംഭവിക്കുന്നത്. ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? ഈ ഇലക്ട്രോൺ ഓടിക്കളിക്കും. അങ്ങനെ ഓടിക്കളിക്കുമ്പോ വി ക്യാൻ ആക്ച്വലി സേ ദാറ്റ് ബെൻസീന്റെ ആക്ച്വൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹൈബ്രിഡ് സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാം. ബേസിക്കലി ഇങ്ങനെ കൊടുക്കുക. This is delocalization. Delocalization, one of the most important factors is the participating p orbital should be parallel to each other. Participating p orbitals should be parallel to each other. അതിലിപ്പോ ഒരു ഈ പി ഓർബിറ്റൽ ഇങ്ങനെയാണ് കിടക്കണമെങ്കിൽ, ഈ പി ഓർബിറ്റൽ ഇങ്ങനെ കിടക്കണമെന്ന് വിചാരിക്കുക. ഇങ്ങനെ കിടക്കണമെങ്കിൽ അവിടെ കോൺജുഗേഷൻ കട്ടാവും. ഓൺലി പാരലൽ പി ഓർബിറ്റൽസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ്. അപ്പൊ സർ ഈ ഘോരം ഈ സംഭവങ്ങളൊക്കെ പറയാൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൈക്ലോപെന്റ ഡൈ ഈനൈൽ ആനയോണില് ഇവിടെ sp2 ഹൈബ്രിഡൈസ് ഓർബിറ്റൽ, ഇവിടെ sp2 കാർബൺ, ഇവിടെ sp2 കാർബൺ, ഇവിടെ sp2 കാർബൺ, ഇവിടെ sp2 കാർബൺ. അപ്പൊ ഈ sp2 കാർബൺസിനൊക്കെ ഈ പറഞ്ഞ പോലെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പി ഓർബിറ്റൽ ഉണ്ട്. ഓക്കെ, നിങ്ങൾ സൈക്ലോപെന്റ ഡൈ ഈനൈലിന്റെ സ്ട്രക്ചർ ഓർമ്മയുണ്ടല്ലോ. സൈക്ലോപെന്റ ഡൈ ഈനൈലിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതാണ് സ്ട്രക്ചർ. സോ ബേസിക്കലി എല്ലാവരും നോക്കിക്കേ, ഈ sp2 കാർബണ് ഒരു പി ഓർബിറ്റൽ ഉണ്ടാവും, അവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. ഈ sp2 കാർബണ് ഒരു പി ഓർബിറ്റൽ ഉണ്ടാവും, അവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. ദാറ്റ് വിൽ ബി ഫോമിംഗ് എ പൈ ബോണ്ട്. അതേപോലെ ഈ sp2 കാർബണ് ഇവിടെ ഒരു പി ഓർബിറ്റൽ ഉണ്ടാവും, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. ഈ sp2 കാർബണ് ഇവിടെ ഒരു പി ഓർബിറ്റൽ ഉണ്ടാവും, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. ദാറ്റ് വിൽ ബി ഫോമിംഗ് എ പൈ ബോണ്ട്. ഓക്കെ മക്കളെ, ഇനി നമുക്കറിയാം സൈക്ലോപെന്റ ഡൈ ഈനൈൽ ഇസ് അറോമാറ്റിക് ആണെങ്കിൽ ഫുൾ കോൺജുഗേഷൻ വേണം. ഇമാജിൻ ദിസ് കാർബൺ ഇസ് sp3. ഈ കാർബൺ sp3 ആണെങ്കിൽ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ, sp3 ആണെന്നല്ലേ. അതായത് ഇത് ഇവിടെ ഇറ്റ് ഹാസ് 3 സിഗ്മ ബോണ്ട്സ്, 3 സിഗ്മ ബോണ്ടും ഒരു ലോൺ പെയറും, 3+1 4 sp3 എന്ന് പറയും. sp3 ആണെങ്കിൽ എന്ത് പറ്റും? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദിസ് ഇസ് an sp3 ഓർബിറ്റൽ, ദിസ് ഇസ് an sp3 ഓർബിറ്റൽ. ഈ 2 ഇലക്ട്രോണും ഇവിടെ ആയിരിക്കും. ഇത് ബേസിക്കലി ഹൈഡ്രജൻ ആയിട്ട് ബോണ്ടഡ് ആയിരിക്കും. ഓക്കെ, സോ ഇതൊരു sp3,
ഇതൊരു sp3, ഇതൊരു sp3, ഇതൊരു sp3. ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ആയിരിക്കും. അങ്ങനെ ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ആണെങ്കിൽ ഈ ഇലക്ട്രോണിന്, ഈ 2 ഇലക്ട്രോണിന് കോൺജുഗേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാര്യം ഇവനിങ്ങനെ ചെരിഞ്ഞായിരിക്കണം, ഈ പാലം ഒടിഞ്ഞായിരിക്കണം. അപ്പൊ ഇതുവഴി ഈ വണ്ടികൾ വരുമ്പോ ഇങ്ങോട്ട് പോവാൻ പറ്റില്ല. ഇങ്ങോട്ട് പോകണമെങ്കിൽ ഈ പി ഓർബിറ്റിൽ ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓർബിറ്റിൽ വേണം, പാരലൽ ആയിട്ട് വേണം. എന്നാൽ മാത്രമേ ഇങ്ങോട്ട് കോൺജുഗേഷൻ കിട്ടുള്ളൂ. ഗോട്ട് ഇറ്റ്? അപ്പോ സൈക്ലോപെന്റാഡൈഈനൈൽ എന്ത് ചെയ്യുന്നറിയോ? അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവൻ സ്വയം അങ്ങോട്ട് റീഅഡ്ജസ്റ്റ് ചെയ്യും. ഫാമിലിക്ക് വേണ്ടി, നമ്മൾ പറയാറില്ലേ, സ്വന്തം കുടുംബത്തിന് വേണ്ടി, ഫ്രണ്ട്സിന് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്യുന്നു. നമ്മളൊന്ന് മാറിയാൽ ചിലപ്പോൾ കൂടെയുള്ളവർ നന്നാവും. നമ്മളൊന്ന് മാറിയാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതം തന്നെ അടിപൊളിയാവും. അതേപോലെ തന്നെ ഇവിടെയുള്ള ഈ ഐറ്റം ആദ്യം ഇങ്ങനെയായിരുന്നല്ലോ, sp3 ആണല്ലോ. അവൻ അവന്റെ ഹൈബ്രിഡൈസേഷൻ അങ്ങോട്ട് മാറ്റി sp2 ആക്കും. sp2 ആവുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 2 ഇലക്ട്രോൺ ഈ പറഞ്ഞ പി ഓർബിറ്റലിൽ വരും. sp3 ആണെങ്കിൽ എന്ത് പറ്റും? ഇത് ഇങ്ങനെ കിടക്കും. sp2 ആവുമ്പോഴോ ഇതൊരു sp2 പെർപെൻഡിക്കുലർ ആയിട്ടൊരു പി ഓർബിറ്റൽ ഉണ്ട്. എന്തിനാ ഇത് ചെയ്തത്? ഫോർമുല വെച്ച് നോക്കുമ്പോൾ sp3 ആണ്. പക്ഷെ സ്വന്തം കോമ്പൗണ്ടിന്റെ, സ്വന്തം ഫാമിലിയുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ ഇരിക്കുന്ന ആള് ഹൈബ്രിഡൈസേഷൻ മാറ്റും. നോർമലി ഹൈബ്രിഡൈസേഷൻ അത്തരം സിറ്റുവേഷൻസിൽ ഈ ഒരു കാർബാനിയോൺ, ഇതൊരു കാർബാനിയോൺ ആണ്, ഇവിടെ sp3 ആണ് വരേണ്ടത്. നിങ്ങൾക്ക് അറിയാം, 3 സിഗ്മ ബോണ്ട് ലോൺ പെയർ sp3 ആണ് വരേണ്ടത്. ഇപ്പൊ CS3- എന്ന കാർബാനിയോൺ എടുക്കുക. CS3- എന്ന കാർബാനിയോൺ, ഹൈബ്രിഡൈസേഷൻ ഓഫ് ദിസ് കാർബൺ ഇസ് sp3. ഇറ്റ് ഹാസ് 3 സിഗ്മ ബോണ്ട്സ് 1 ലോൺ പെയർ. 3 സിഗ്മ ബോണ്ട്സ് 1 ലോൺ പെയർ. വളരെ സിമ്പിൾ ആണ്. ബട്ട് over here, for the sake of stability of the compound, അതിന്റെ ഹൈബ്രിഡൈസേഷൻ മാറ്റും. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ എല്ലാ കേസിലും ഇങ്ങനെ വരുമോ? ഇല്ല. റെസണൻസ് വരുത്തിക്കാനായിട്ട്, ആ കോമ്പൗണ്ടിന്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഓൺലി ദെൻ ഇറ്റ് ഹാപ്പൻസ്. അല്ലാണ്ട് എല്ലാ കാർബാനിയോണും sp2 അല്ല. ഓക്കെ, sp3 ആയ കാർബാനിയോൺ will become sp2 only if it increases the stability of the compound through aromaticity അല്ലെങ്കിൽ റെസണൻസ്. ഓക്കെ മക്കളെ, സോ ബേസിക്കലി നേരത്തെ പറഞ്ഞ ക്വസ്റ്റിന്റെ ആൻസർ ഇവിടെ ദിസ് ഇസ് ഓൾസോ sp2, ഇതും sp2 ആണ്. ഇതൊന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ മക്കളെ, ഇതേ ലോജിക്ക് തന്നെ വേണമെങ്കിൽ പലരും കൺഫ്യൂസ്ഡ് ആയിട്ടില്ല, പലർക്കും അറിയാത്തൊരു സംഭവം ഉണ്ട്. അനിലീൻ ഇല്ലേടാ മക്കളെ, അനിലീൻ. ഞാനിപ്പോൾ അനിലീൻ എടുക്കുകയാണ്. അനിലീനില് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാർ നൈട്രജന്റെ ഹൈബ്രിഡൈസേഷൻ sp3 അല്ലേ? കാര്യം എന്താണ്? നൈട്രജന്റെ 3 സിഗ്മ ബോണ്ട് ഉണ്ട്, ഒരു ലോൺ പെയർ 3+1. ഇറ്റ്സ് ആക്ച്വലി ബിറ്റ്വീൻ sp3 ആൻഡ് sp2. അതായത് ടുവേർഡ്സ് sp2 ആണ് നൈട്രജന്റെ ഹൈബ്രിഡൈസേഷൻ. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ sp3 എന്ന് പറയും. ഇപ്പൊ അമോണിയയില് നൈട്രജന്റെ sp3 ആണ്. അതേപോലെ തന്നെ ദിസ് ഇസ് ആൻ അമീൻ, ഒരു പ്രൈമറി അമീൻ ആണ് ശരിക്കും. ഇറ്റ്സ് സപ്പോസ് ടു ബി sp3. പക്ഷെ ഇവിടെ ഈ ലോൺ പെയറിന് കോൺജുഗേഷനിൽ വരാനായിട്ട് അതെന്ത് ചെയ്യും? സ്വയം sp3യിൽ നിന്ന് sp2യിലേക്ക് മാറും. എന്നാൽ മാത്രമാണ് ഈ ലോൺ പെയർ എന്ത് പറ്റും? ഈ പി ഓർബിറ്റൽ വിൽ ബി പാരലൽ ടു ദ പി ഓർബിറ്റൽസ് ഓവർ ഹിയർ. എന്നാൽ മാത്രമേ കോൺജുഗേഷൻ മര്യാദയ്ക്ക് നടക്കുള്ളൂ. അല്ലാണ്ട് ഇവൻ sp3 ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ ലോൺ പെയർ ഇങ്ങനെ ചെരിഞ്ഞിരിക്കും. ബാക്കിയുള്ള കാർബൺസിന്റെ പി ഓർബിറ്റൽസ് ഇങ്ങനെ നിൽക്കും. അപ്പൊ ഇവിടെയൊക്കെ കോൺജുഗേഷൻ ഉണ്ടാവും. നൈട്രജന്റെ ലോൺ പെയർ കോൺജുഗേഷനിൽ വരില്ല. പക്ഷെ നൈട്രജന്റെ ലോൺ പെയർ കോൺജുഗേഷനിലേക്ക് വന്നാൽ സ്റ്റെബിലിറ്റി കൂടും. അപ്പൊ എന്ത് ചെയ്യും? അവൻ പതിയെ sp2 ആയിട്ട് മാറും. അപ്പൊ കോൺജുഗേഷനിലേക്ക് എത്തിക്കാനായിട്ടാണ് ചെയ്യുന്നത്. എല്ലാ കോമ്പൗണ്ട്സിനും ഇതുമില്ല. ഇഫ് ഇറ്റ് ഇൻക്രീസസ് ദ സ്റ്റെബിലിറ്റി. നാടിന് നന്മ വരികയാണെങ്കിൽ നമ്മൾ നന്നാവണം, അല്ലെ? നമുക്ക് നന്മ വരാനായിട്ട് നമ്മൾ നന്നാവണം. നമുക്ക് സന്തോഷം വരുത്താനായിട്ട് ഒന്നും നന്നാവുന്നതിൽ കുഴപ്പമില്ല. അതേപോലെ തന്നെയാണ് ഇവിടെ. ഗോട്ട് ഇറ്റ്? അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The Geldahl's method for the estimation of nitrogen can be used to estimate the amount of nitrogen in which one of the following compounds. എല്ലാവരും നോക്കിക്കേ, ജെൽദാൽസ് മെത്തേഡ് എന്ന് പറയുന്നത് നൈട്രജൻ എസ്റ്റിമേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഞാൻ മൊത്തമായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാം പ്രോസസ്. ബേസിക്കലി പ്രോസസ് എന്താണ്? ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക, നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക, അതിനെ നമ്മൾ എന്ത് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു? H2SO4 വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്നു. H2SO4 ഇൻ പ്രസൻസ് ഓഫ് ഹീറ്റ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിലെ നൈട്രജൻ മൊത്തം, ഒരു പണിയില്ലാത്ത നൈട്രജൻ അവ മൊത്തം അമോണിയം സൾഫേറ്റ് ആയിട്ട് അങ്ങോട്ട് മാറും.
എത്ര നൈട്രജൻ ഉണ്ടോ അത്രയും നൈട്രജൻ അമോണിയം സൾഫേറ്റ് ആയിട്ട് മാറും. ഈ അമോണിയം സൾഫേറ്റ് ബേസിക്കലി NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ, അമോണിയം സൾഫേറ്റ് NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം അമോണിയം സൾഫേറ്റിൽ ശരിക്കും എന്താ ഉള്ളത്? അമോണിയം സൾഫേറ്റിൽ NH4+ ആണ് ഉള്ളത്. NaOH എന്താ ഉള്ളത്? OH- ആണ് ഉള്ളത്. ആസിഡ് ആൻഡ് ബേസ്. OH- ഇവിടുത്തെ H+ അങ്ങോട്ട് എടുക്കും. അമോണിയം ഇങ്ങനെ മിന്നി നിൽക്കുക, കാർബോകാറ്റോൺ അല്ല, കാറ്റയോൺ. OH- ബേസ്, OH- വന്നിട്ട് ആ H+ അങ്ങോട്ട് എടുക്കും. അപ്പോൾ ഈ അമോണിയം എന്താവും? അമോണിയ ആവും. ബേസിക്കലി അമോണിയ കിട്ടും. അതായത് ഈ ഓർഗാനിക് കോമ്പൗണ്ടിലെ മൊത്തം നൈട്രജൻ ആദ്യം അമോണിയം സൾഫേറ്റ് ആവും, അത് മൊത്തം അമോണിയ ആവും. എന്നിട്ട് ഈ അമോണിയ എത്ര ഉണ്ടെന്ന് അറിയാനായിട്ട് പിന്നീട് അതിനെ H2SO4 ഒക്കെ വെച്ചിട്ട് ആസിഡ് വെച്ചിട്ട് ടൈട്രേറ്റ് ചെയ്യും. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഫോർമുലയൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്കറിയാം. പക്ഷെ ഈ ജെൽദാൽസ് മെത്തേഡ് cannot be used for, ഈ ജെൽദാൽസ് മെത്തേഡ് cannot be used for നൈട്രോ, അസോ അല്ലെങ്കിൽ ഹെട്രോസൈക്ലിക്. നൈട്രോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം NO2 ഗ്രൂപ്പ് വരുന്നത്. അസോ എന്ന് പറയുന്നത് N-double-bond-N, അസോ ഗ്രൂപ്പ്. ഹെട്രോസൈക്ലിക് എന്ന് പറയുന്നത് ഇപ്പൊ ഈ പിരിഡീൻ പോലെ, പിരിഡീൻ, ക്വീനോളീൻ എന്നൊക്കെ പറഞ്ഞ കോമ്പൗണ്ട്. ഹെട്രോസൈക്ലിക് എന്ന് വെച്ചാൽ എന്താ? ഇത് മൊത്തം സൈക്കിൾ നോക്കുമ്പോൾ ഇവിടെ കാർബൺ, ഇവിടെ കാർബൺ, ഇവിടെ കാർബൺ, ഇവിടെ കാർബൺ, ഇവിടെ കാർബൺ, പക്ഷെ ഇവിടെ ഒരു നൈട്രജൻ. ആ റിങ്ങില് എല്ലാം സെയിം ആറ്റംസ് അല്ല, ഒരാള് നൈട്രജൻ. സോ ബേസിക്കലി ഹെട്രോസൈക്ലിക് എന്ന് ഉദ്ദേശിച്ചത്, ഇങ്ങനെ എഴുതിയാൽ ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ആവും. when nitrogen is part of the ring, when nitrogen is part of 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 the ring. ഈ കേസസിൽ ജെൽദാൽസ് വർക്ക് ചെയ്യില്ല. നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചതായിരിക്കും. പക്ഷെ ഞാൻ ഇതിന്റെ ഇപ്പൊ നേരത്തെ ക്വസ്റ്റ്യനിലെ പോലെ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ ഒരു കാര്യം പറഞ്ഞുതരാം. എന്തുകൊണ്ട് വൈ ജെൽദാൽസ് ഈ കേസസിൽ വർക്ക് ചെയ്യില്ല എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ which among these compounds does not give you ammonium sulfate when treated with H2SO4 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. സോ ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീസ് കോമ്പൗണ്ട്സ് വിൽ നോട്ട് ഗിവ് അമോണിയം സൾഫേറ്റ്. അതായത് ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ കട്ടാവും. അമോണിയം സൾഫേറ്റ് NaOH ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്തായാലും NH3 വരും. പക്ഷെ അമോണിയം സൾഫേറ്റ് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ കോമ്പൗണ്ട്സ് H2SO4 ആയിട്ട് ട്രീറ്റ് ചെയ്താൽ അമോണിയം സൾഫേറ്റ് കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ജെൽദാൽസ് ഇസ് നോട്ട് വർക്കിംഗ്. അതൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ മക്കളെ. വൈ ഇറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ്? ബിക്കോസ് ഈ കോമ്പൗണ്ട്സ് H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അമോണിയം സൾഫേറ്റ് കിട്ടില്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Given below are two statements. The acidic strength of mono-substituted nitrophenol is higher than phenol because of electron withdrawing nitro group. That's statement 1. Orthonitrophenol, metanitrophenol and paranitrophenol will have same acidic strength as they have one nitro group attached to the phenolic group. ഇത് ആക്ച്വലി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ്സിൽ കേട്ട് കാണും. എന്തായാലും നിങ്ങൾക്കറിയാം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ഇറ്റ് ഇൻക്രീസസ് ദ അസിഡിക് സ്ട്രെങ്ത്. കാര്യം എന്താ? കോൺജുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി കൂടും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫീനോൾ എടുക്കുകയാണ്, ഫീനോളിന്റെ കോൺജുഗേറ്റ് ബേസ് എന്താ? ഫിനോക്സൈഡ്. ഈ ആനയോണിന്റെ സ്റ്റെബിലിറ്റി കൂടും എപ്പോ? ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണെങ്കിൽ. ഇപ്പൊ ഓർത്തോ നൈട്രോ ഫീനോൾ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇസ് ഇൻ ദി ഓർത്തോ പൊസിഷൻ ഓഫ് ഫിനോക്സൈഡ്. ഫിനോക്സൈഡ് എന്ന് വെച്ചാൽ കോൺജുഗേറ്റ് ബേസ് ആണ്. ഫീനോൾ, ഓർത്തോ നൈട്രോ ഫീനോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ അതിന്റെ ഓർത്തോ പൊസിഷനിൽ NO2 ഉണ്ടെങ്കിൽ കോൺജുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി അത്രയും കൂടും. കോൺജുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി കൂടുകയാണെങ്കിൽ എന്ത് പറ്റും? ആസിഡ് സ്ട്രോങ്ങർ. ഫോർ എക്സാമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ആസിഡ് എന്നാൽ HA ആണ്. A good acid is something that can give you H+ easily. അല്ലെ? H+ easily. ഈ H+ ഈസി കിട്ടാനായിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കോൺജുഗേറ്റ് ബേസ് സ്റ്റേബിൾ ആവണ്ടേ? അതായത് ഞാൻ ഇപ്പൊ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്, ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അവർ തമ്മിൽ എപ്പോഴും അടിയാണെങ്കിൽ അവർ വേർതിരിഞ്ഞ് നിന്നാലേ അവർ സ്റ്റേബിൾ ആവുള്ളൂ. അതേപോലെയാണ് ഒരു സ്ട്രോങ് ആസിഡിന്റെ കഥ. ഇവർ തമ്മിൽ എപ്പോഴും അടിയാ. അപ്പൊ ഒരു വേർതിരിഞ്ഞ് നിൽക്കുമ്പോൾ കോൺജുഗേറ്റ് ബേസ് സ്റ്റേബിൾ ആവും. കോൺജുഗേറ്റ് ബേസ് സ്റ്റേബിൾ ആണെങ്കിൽ പെട്ടെന്ന് H+ ചവിട്ടി പുറത്താക്കാൻ പറ്റും. സോ ബേസിക്കലി ഈ കോൺജുഗേറ്റ് ബേസ് സ്റ്റേബിൾ, കോൺജുഗേറ്റ് ബേസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എൻ ആനയോൺ. ആനയോണിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് വേണം. NO2 is one of the strongest electron withdrawing groups. So basically എല്ലാവരും നോക്കിക്കേ,
ഓർത്തോ നൈട്രോഫീനോൾ, പാരാനൈട്രോഫീനോൾ, മെറ്റാനൈട്രോഫീനോൾ എടുക്കുകയാണെങ്കിൽ, ഓർത്തോ നൈട്രോഫീനോൾ, പാരാനൈട്രോഫീനോൾ, മെറ്റാനൈട്രോഫീനോൾ എടുക്കുകയാണെങ്കിൽ നൈട്രോ ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ ഇതാണ്. ശ്രദ്ധിക്കാട്ടോ. ഓർത്തോ നൈട്രോഫീനോൾ, പാരാനൈട്രോഫീനോൾ, മെറ്റാനൈട്രോഫീനോൾ എടുക്കുകയാണെങ്കിൽ ഈ മൂന്നെണ്ണത്തിനും സെയിം അസിഡിക് സ്ട്രെങ്ത് അല്ല. ഈ മൂന്നെണ്ണത്തിനും സെയിം അസിഡിക് സ്ട്രെങ്ത് അല്ല. നിങ്ങൾക്കറിയാം കാര്യം. മെറ്റയുടെ കേസിൽ NO2ന്റെ മൈനസ് ഐ ഇഫക്റ്റ് മാത്രമാണ് ഇവിടെ വാലിഡ് ആയിട്ട് വരിക. NO2ന്റെ മൈനസ് ഐ ഇഫക്റ്റ് മാത്രമാണ് ഇവിടെ വാലിഡ് ആയിട്ട് വരിക. കാര്യം നിങ്ങൾക്കറിയാം -M അല്ലെങ്കിൽ -R മീസോമറിക് ഇഫക്റ്റ് ഇഫക്റ്റീവ് ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ ദി ഓർത്തോ ഓർ പാരാ പൊസിഷൻസ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും മക്കളെ. എല്ലാവരും നോക്കുക. ഞാനിപ്പോ ഈ കോൺജുഗേറ്റ് ബേസ് എടുത്തു O-. ഇതിപ്പോ NO2ന്റെ സ്ട്രക്ചർ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഞാൻ ഈ പൈ ബോണ്ടിനെ തൽക്കാലം ഞാൻ ഇങ്ങനെ വരയ്ക്കാം. ഒരു മിനിറ്റ് മക്കളെ, ശ്രദ്ധിക്കാട്ടോ. ഈസി ആയിട്ട് ഇങ്ങനെ വരയ്ക്കാം. എല്ലാവരും നോക്കുക. NO2 ഇതാണ്. ഞാൻ ഇതിനെ കനോണിക്കൽ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഓൾവേസ് ഈ പൈ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് എടുക്കുക, ഈ പൈ ഇലക്ട്രോണിനെ ടുവേർഡ്സ് ദി ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം. പൈ സിഗ്മ പൈ കോൺജുഗേഷൻ എപ്പോഴും ഇറ്റ് മൂവ്സ് ടുവേർഡ്സ് ദി ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം. അത് ഓൾവേസ് മനസ്സിൽ വെക്കുക കേട്ടോ. ഇതൊരു പൈ സിഗ്മ പൈ കോൺജുഗേഷൻ ആണല്ലോ. ഇറ്റ് ഓൾവേസ് മൂവ്സ് ടുവേർഡ്സ് ദി ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം. ചിലർ എന്ത് ചെയ്യുന്ന വെച്ചാൽ കോൺജുഗേഷൻ ഉള്ളിലേക്ക് വരയ്ക്കും. അതായത് ഈ പൈ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് തട്ടും, ഇതിനെ ഇങ്ങോട്ട് തട്ടും. അങ്ങനെ ചെയ്യല്ലേ. ടുവേർഡ്സ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ആണ് വരേണ്ടത്. സോ ബേസിക്കലി അങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾ ബേസിക്കലി യു വിൽ ഗെറ്റ് എ പോസിറ്റീവ് ചാർജ് ഓവർ ഹിയർ. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വന്നു, കണ്ടോ? ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വന്നു. ഈ ഓക്സിജന് മൈനസ് ചാർജ്, ഒരു ഓക്സിജന് ഓൾറെഡി മൈനസ് ചാർജ് ഉണ്ട്. അപ്പൊ ഈ മൈനസും ഈ പോസിറ്റീവും, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കമ്മിങ് ടുഗെദർ, ഇറ്റ്സ് ഗുഡ്, നല്ലതാ. ഇറ്റ് ഇൻക്രീസസ് സ്റ്റെബിലിറ്റി അല്ലേ മക്കളെ? ഇറ്റ് ഇൻക്രീസസ് സ്റ്റെബിലിറ്റി. വേണമെങ്കിൽ ഈ നെഗറ്റീവ് ചാർജിനെ നമുക്ക് താഴത്തേക്ക് കൊണ്ടുവരാം. ഒരു ബോണ്ട് ക്രിയേഷൻ അവിടെ നടക്കും. ബേസിക്കലി എന്താ നടക്കുന്നത്? Opposite charges coming together, it increases the stability of the anion. Anionന്റെ സ്റ്റെബിലിറ്റി കൂടും. അങ്ങനെ ഈ കാർബണിൽ പോസിറ്റീവ് ചാർജ് കൊണ്ടുവരണമെങ്കിൽ ഈ NO2 ഷുഡ് ബി ഇൻ ദ ഓർത്തോ ഓർ പാരാ പൊസിഷൻസ്. ഇത് NO2 ഓർത്തോ ഓർ പാരാ പൊസിഷനിൽ വന്നാൽ മാത്രമാണ് ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ ഒരു പിറ്റ് സ്റ്റോപ്പ് ഇടുള്ളൂ, ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഇടുള്ളൂ. അല്ലെങ്കിൽ ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ വരില്ല. ഇപ്പൊ NO2 മെറ്റയിലാണെങ്കിൽ NO2ന്റെ -M ഇഫക്റ്റ് കൊണ്ട് ഇവിടെ പോസിറ്റീവ് ചാർജ് വരില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ച് നോക്കാം, അവിടെ വരില്ല. NO2 ഓർത്തോയിലോ പാരോയിലോ വന്നാൽ മാത്രമാണ് ഇവിടെ പോസിറ്റീവ് ചാർജ് വരിക. എന്നാൽ മാത്രമാണ് ഈ O- ഈ മൈനസ് ചാർജ് സ്റ്റെബിലൈസ്ഡ് ആവുള്ളൂ. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്? സോ ബേസിക്കലി എല്ലാവരും നോക്കിക്കേ, ഈ ഓർത്തോയിലുള്ള NO2ന് -M ഇഫക്റ്റും ഉണ്ട്, -I ഇഫക്റ്റും ഉണ്ട്. NO2 at para also has -M and -I. Got it? അപ്പൊ ഇലക്ട്രോൺ വിഡ്രോയിങ് ഇഫക്റ്റ് നോക്കുമ്പോൾ ഓർത്തോനും പാരയ്ക്കും ഏറ്റവും ഹയസ്റ്റ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഇഫക്റ്റ് ഉണ്ട് NO2 at ഓർത്തോ ആൻഡ് പാര. അപ്പൊ ഒബ്വിയസ്ലി ആസിഡിക് സ്ട്രെങ്ത് നോക്കുമ്പോൾ മെറ്റയ്ക്ക് ആയിരിക്കും ഏറ്റവും കുറവ്. കാര്യം മെറ്റയ്ക്ക് -I ഇഫക്റ്റ് മാത്രമേ ഉള്ളൂ. ഇനി ഓർത്തോയിലും പാരയിലും നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഓർത്തോയിൽ ഒരു പ്രശ്നമുണ്ട്. ഈ NO2യുടെ ഈ മൈനസ് ചാർജ് ഇസ് ഇൻ ഹൈഡ്രജൻ ബോണ്ടാണ്. എന്തായിട്ട്? OHന്റെ H+ ആയിട്ട്. അതായത് ലോക്ക് ചെയ്ത് വെച്ചേക്കുക, ചെങ്ങലക്കിട്ട് വെച്ചേക്കുക. ഈ H+ പെട്ടെന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കുക, സാർ പാരയിൽ അതില്ലേ? ഇല്ല മക്കളെ, പാരയിൽ ചെങ്ങലയുടെ ലെങ്ത് അത്രയും കൂടേണ്ടി വരും. പാരയിൽ ഈ പറഞ്ഞ പോലെ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. മെറ്റയിലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓർത്തോയില് ഈ H+ ഇസ് ഇൻ ഹൈഡ്രജൻ ബോണ്ട് വിത്ത് ദി O- ഓഫ് നൈട്രോ ഗ്രൂപ്പ്. നല്ല ലോക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഈ H+ ചാടാൻ പറ്റില്ല. വിചാരിച്ച പോലെ ചാടാൻ പറ്റില്ല. ചാടാൻ പറ്റില്ല എന്നല്ല, വിചാരിച്ച പോലെ ചാടാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വെച്ചിട്ട് -M ഇഫക്റ്റ് വെച്ചിട്ട് ഇത് രണ്ടും ഈക്വലി സ്ട്രോങ് ആണ്. പക്ഷെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്കറിയാം ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡന്റ് ആണ്.
അപ്പൊ NO2 is closer to OH. NO2 is closer to OH. അപ്പൊ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വെച്ചിട്ട് ഓർത്തോ നൈട്രോഫിനോൾ ആയിരിക്കണം പാരാനൈട്രോഫിനോളിലും കൂടുതൽ അസിഡിക് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വെച്ചിട്ട്. കാര്യം റെസണൻസ് ഇഫക്റ്റ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡന്റ് അല്ല. റെസണൻസ് ഇഫക്റ്റ് രണ്ടിലും -m ഇഫക്റ്റ് ഉണ്ട്. അപ്പൊ അത് ടൈ ആണ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വെച്ചിട്ട് ഇതായിരിക്കണം സ്ട്രോങ്ങർ. അപ്പൊ ഇതായിരിക്കണം കൂടുതൽ അസിഡിക്. പക്ഷെ ബിക്കോസ് ഓഫ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് പാരാ ഇസ് മോർ അസിഡിക്. പാരയാണ് കൂടുതൽ അസിഡിക്. അത് കഴിഞ്ഞിട്ട് ഓർത്തോ, അത് കഴിഞ്ഞിട്ട് മെറ്റയാണ് ലീസ്റ്റ് അസിഡിക്. കാര്യം എന്താ, മെറ്റയില് ആകെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ മക്കളെ, ഇതൊന്നും മനസ്സിൽ വെക്കാട്ടോ. ഈ എക്സ്ട്രാ പറഞ്ഞ പോയിന്റ് ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ട് കാണും, എന്നാലും കേൾക്കാത്തവരൊന്നും മനസ്സിൽ വെക്കുക. കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. അസിഡിക് സ്ട്രെങ്ത് ഓഫ് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് നൈട്രോഫിനോൾ is higher than phenol because of electron withdrawing nitro group. That's correct. Orthonitrophenol, metronitrophenol will have the same acidic strength. That is wrong. So statement 1 is correct. Statement 2 is incorrect. 3 ആണ് കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ മക്കളെ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടില്ല. ബേസിക്കലി നോമൻക്ലേച്ചർ ആണ്, IUPAC നോമൻക്ലേച്ചർ ആണ് മക്കളെ. വളരെ സിമ്പിൾ. ഇതും 2022 ക്വസ്റ്റ്യൻ തന്നെയാണ്. IUPAC നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിക്സോ പസിൽ കൂട്ടാം. നിങ്ങൾ ജിക്സോ പസിൽ കളിച്ചിട്ടുണ്ട്. ഒരാളുടെ മുഖം ഫോട്ടോ എടുത്തിട്ട് അതിങ്ങനെ മുറിക്കും, പല പല പീസസ് ആക്കും. എന്നിട്ട് ആ പല പീസസ് കറക്റ്റ് സ്പോട്ടിൽ വെച്ചാൽ മൊത്തം മുഖം കിട്ടും. അതേപോലെ തന്നെയാണ് IUPAC നോമൻക്ലേച്ചർ. നമുക്ക് നമ്പേഴ്സ് ഉണ്ട്, പൊസിഷൻസ് ഉണ്ട്, പ്രിഫിക്സ് ഉണ്ട്, അതേപോലെ റൂട്ട് വേർഡ് ഉണ്ട്, അതേപോലെ പ്രിഫിക്സ് ഫോർ അൺസാച്ചുറേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് സഫിക്സ് ഓഫ് അൺസാച്ചുറേഷൻ ഉണ്ട്, ആൽക്കീൻ, ആൽക്കൈൻ. അതേപോലെ തന്നെ സഫിക്സ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലെ, പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പൊ ഇതൊക്കെ കറക്റ്റ് പൊസിഷനിൽ ഇട്ടാൽ നമുക്ക് IUPAC നോമൻക്ലേച്ചർ കിട്ടും. റൂൾസ് അനുസരിച്ച് ബേസിക്കലി ഫങ്ഷണൽ ഗ്രൂപ്പിന് OH ആണ് ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഒറ്റ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പേ ഉള്ളൂ, ബാക്കി ഒറ്റ ഒരു തലവട്ടപ്പനേ ഉള്ളൂ. ബാക്കി എല്ലാവരും സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് മാറും. സോ ബേസിക്കലി നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. കാര്യം ഫങ്ഷണൽ ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പറിംഗ് കൊടുക്കണം. 1 2 3 4 5 6. അപ്പൊ ബേസിക്കലി സബ്സ്റ്റിറ്റ്യൂവൻസ് ഏതൊക്കെയാ? ക്ലോറോ വരും, ബ്രോമോ വരും, പിന്നെ ഫോർത്ത് പൊസിഷനിൽ മീഥൈൽ വരും. ക്ലോറോ, ബ്രോമോ, മീഥൈൽ അല്ലെ. അവരുടെ പൊസിഷൻസ് നോക്കിക്കേ. ബ്രോമോ ഫസ്റ്റ് പൊസിഷൻ. സോ 1 ബ്രോമോ. കാര്യം ആൽഫബറ്റിക്കൽ ഓർഡറിൽ B ആണ് ആദ്യം വരിക. സോ 1 ബ്രോമോ ആദ്യം എഴുതുക. പിന്നെ ഏതാണ്? 5 ക്ലോറോ. പിന്നെ ഏതാ? 4 മീഥൈൽ. 1 2 3 4 5 6. അപ്പൊ ഹെക്സ് ആണ് റൂട്ട് വേർഡ്. ഹെക്സ് അൻ. കാര്യം ഡബിൾ ബോണ്ട് ഒന്നുമില്ല. ഹെക്സൻ 3 ഓൾ. ഗോട്ട് ഇറ്റ്? ഇതാണ് ജിക്സോ പസിൽ അല്ലെ. ഡിഫറെന്റ്. ഇതൊരു പസിൽ കൂട്ട് തന്നെയല്ല. കറക്റ്റ് സാധനങ്ങൾ കറക്റ്റ് പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ മൊത്തം പേര് കിട്ടും. സോ ബേസിക്കലി ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഈ 4 ക്വസ്റ്റൻ ആണ് ജിയോസിൽ വന്നത്. പക്ഷെ ഓരോ ക്വസ്റ്റനും ഈ ഒരു ക്വസ്റ്റൻ വെച്ച് ബാക്കി 3 ക്വസ്റ്റനും കുറച്ച് ഇന്നർ ഡെപ്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്തു. എസ്പെഷ്യലി ആ ഫസ്റ്റ് ക്വസ്റ്റനും കഴിഞ്ഞ ക്വസ്റ്റനും നൈട്രോഫിനോളിന്റെ ക്വസ്റ്റനും. ഓക്കെ, അപ്പൊ ആ ഡെപ്തിൽ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒക്കെ ഒന്നും കൂടി കാര്യം അതൊക്കെ പിന്നീട് ക്വസ്റ്റൻസ് ആയിട്ട് വരാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റനിൽ സൈക്ലോപെന്റ ഡൈ ഇനൈലിന്റെ ആ hybridization ക്വസ്റ്റൻ എല്ലാവരും SP3 എന്ന് വിചാരിക്കും. അത് തെറ്റ് വരുത്താം. അപ്പൊ അത്ര എക്സ്ട്രാ കാര്യങ്ങൾ നോട്ട് ചെയ്യാം മക്കളെ. സോ ദാറ്റ്സ് ഇറ്റ്. സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, സ്റ്റേ മോട്ടിവേറ്റഡ്, സ്റ്റേ ഫിയർലെസ്. അടുത്ത ട്രിക്കും ടെക്നിക്കുമായിട്ട് പിന്നെ കാണാം. ബൈ.